എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിന്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം എന്തുകൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തു? അല്ല, ദൈവത്തിൻ്റെ അഭിഷേകം നിന്നിലായിരിക്കുമ്പോൾ നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു വ്യത്യസ്തനാണ് എന്നൊരു ബോധം അല്ലെങ്കിൽ അറിവ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ചിലത് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തതാണ് ചിലതിലേക്ക് വേണ്ടിയിട്ട്, അല്ല ദൈവിക ഉദ്ദേശത്തിലേക്ക് വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ ഇഷ്ടത്തെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നീ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന ബോധം ഒരു വ്യക്തിയിൽ ഭരിക്കുമ്പോൾ, എന്ന അറിവോടെ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ആ വ്യക്തി പിന്നെ ഒരു സാധാരണ വ്യക്തി ആയിരിക്കത്തില്ല. ആ വ്യക്തി തൊടുന്നതിലെല്ലാം അസാധാരണ ധൈര്യമുണ്ടാകും, കോൺഫിഡൻസ് ഉണ്ടാകും. അങ്ങനെ ഒരാളായിട്ട് മാറാനാണ് കർത്താവ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുവാനിടയായത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് വ്യക്തമായി സംസാരിക്കട്ടെ. നിങ്ങൾ ആരാണെന്നുള്ള ഉറപ്പിലേക്ക് കർത്താവ് നിങ്ങൾ കൊണ്ടുവരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നീ ഒരു വ്യത്യസ്തനാണെന്ന് മനസ്സിലാക്കാത്തോടത്തോളം കാലം നിനക്ക് നിന്നെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞേ, ഞാനൊരു വ്യത്യസ്തനാണെന്ന് എനിക്ക് തോന്നാത്തോടത്തോളം കാലം നീ സാധാരണക്കാരോട് കൂടെ ചേർന്ന് ജീവിക്കും. എന്നാൽ ഞാൻ എന്ന് വ്യത്യസ്തനാണെന്ന് തോന്നുവോ, എന്റെ കാറ്റഗറിയുള്ള ആളുകളെ ഞാൻ തിരഞ്ഞെടുക്കും. എന്റെ സ്കൂളിൽ പഠിച്ച പിള്ളേർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിന് ABC എന്നാണ് ഇട്ടിരിക്കുന്നത്. എയ്ക്കകത്ത് ഞാനില്ല, കാരണം അതിനകത്ത് എല്ലാം A ആണ് വരുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, എടാ നിന്നെ ഇതിനകത്ത് ഇടാൻ കൊള്ളത്തില്ല, കാരണം എന്നെ അവരെന്ത് ചെയ്തിരിക്കുവോ,
ബിക്കകത്ത് ഞാനില്ല, അതിനകത്തും കുറച്ചൊക്കെ വരും, കട്ടി കുറഞ്ഞത് അതിനകത്ത് വരും. പെൺപിള്ളേര് ഇതുണ്ട്. സിക്കകത്ത ഞാൻ. അവർക്ക് തന്നെ മനസ്സിലായി എക്കകത്ത് കൊള്ളത്തില്ല ഞാനെന്ന്. നിങ്ങൾക്ക് എന്താ ആമീൻ പറയാത്ത? അപ്പൊ പറയും നാടോടുമ്പോ അതിൽ നിന്ന് മാറി നിൽക്കാനാ പാട്, അതിനകത്ത് കൂടുകൂടാൻ പാടില്ല. മദ്യപിക്കുന്നവരുടെ കൂടെ കൂടാൻ പാടില്ല, പക്ഷേ അതിൽ നിന്ന് കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാ കഴിവെന്ന് പറയുന്നത്. അതിന്റെ പേരെ പുരുഷത്വം. അത് പറഞ്ഞ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളാ. ഏതെങ്കിലും ആമ്പിള്ളേര് കണ്ണു കാണിച്ച വീഴുന്നതല്ല കഴിവ്, അതിന് നടി വീഴാതെ നിൽക്കുന്നതാ കഴിവ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഏതെങ്കിലും പെൺപിള്ളേര് കണ്ണു കാണിച്ച വീഴുന്നതല്ല കഴിവ്, എങ്കിൽ ആ കാറ്റഗറിയുള്ള ആള് നിന്നെ തേടി വരും. നിങ്ങൾ എന്റെ കൂടെ എത്തിയില്ല. അത് പറഞ്ഞ് ഞാൻ ആരാന്ന് മനസ്സിലാക്കുന്ന അനുസരിച്ച് എന്റെ സമൂഹം ഞാൻ തീരുമാനിക്കും, എന്റെ കൂട്ടുകെട്ടിനെ ഞാൻ തീരുമാനിക്കും, ലോകം എനിക്കൊരു സ്റ്റാൻഡേർഡ് വെക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഒരു മിനിറ്റ് ഇരുന്നേ, ഞാൻ കുറച്ചും കൂടെ വലിയൊരു കാര്യം പറയട്ടെ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, റെഡിയാണോ കേൾക്കാന്ന് ചോദിച്ചേ. ജസ്റ്റ് ഓടി വന്നേ ഇവിടെ നിന്നേ. ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാ. എന്ത് ചെയ്യാൻ പോവാ? ഇതാരാണ് നിൽക്കുന്നത്? മാനേജറാണ്. ആരാണ് മാനേജർ? എനിക്കൊരു കഴിവില്ലാത്ത ആളാന്ന് വിചാരിക്കേ, കഴിവില്ല അറിവില്ലാത്ത ഒരാളാന്ന് വിചാരിക്കേ. എനിക്ക് ജോലി കിട്ടി. ഞാൻ മാനേജറോട് ബിഹേവ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? സാർ, തന്നതിന് നന്ദി സാർ, നന്ദി സാർ, നന്ദി സാർ. അങ്ങനെയായിരിക്കും അല്ലയോ? പക്ഷേ എനിക്ക് കുറച്ച് കഴിവുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത് നിവർന്നായിരിക്കും. കഴിവുള്ളവനെ ആരും കയറി റൂൾ ചെയ്യത്തില്ല. കഴിവുള്ളവൻ ചിലരെ റൂൾ ചെയ്യാനായി തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. നിങ്ങൾ എന്റെ ഒപ്പം വന്നോ? നിങ്ങൾ എന്റെ ഒപ്പം എത്തിയോ? ഒരു നല്ല ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, കഴിവുള്ളവനെ റൂൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും പറഞ്ഞു രാജകീയ പുരോഹിത വർഗം, പറഞ്ഞില്ലായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കേ, ഇവൻ രാജാവാണ്. ഇവന്റെ സംസാരം തനി ലോക്കലുമാന്ന് വിചാരിക്കേ. എന്തരടേ, എവിടെ പോന്നടേ എന്നാണ് ഇവന്റെ സംസാരം എന്ന് വിചാരിക്കേ. നിങ്ങൾ രാജാവിനെ കണ്ട ഈ എന്തൊരു രാജാവ് ഇത് എവിടെ നിടേ വരുന്നത് എന്ന് ചോദിക്കുവോ? അതോ ഇവന്റെ റൂളർഷിപ്പ് ഇവന്റെ വായിലും ഇവന്റെ പെരുമാറ്റത്തിലും വെളിപ്പെട്ട് വരണം. താൻ ആരാണ് എന്ന് ബോധ്യമില്ലാത്ത ഒരാളും റൂൾ ചെയ്യുകയില്ല, വാഴുകയില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് പറയാം. ഞാനൊരു എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് ഒരു ബെഗർ മനോഭാവത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എവിടെയും വാഴത്തില്ല. പക്ഷെ ഇവിടെ നിന്നോട് പറയും ഞാൻ വാഴുന്നവനാകും. വെല്ലം തരണേ എന്ന് പറയുന്ന മനോഭാവത്തിൽ ജീവിച്ചിട്ട് വാഴണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഒന്നെങ്കിൽ വാഴുന്ന മനോഭാവത്തിലേക്ക് വരണം, അല്ലെങ്കിൽ വല്ലതും തരണേ എന്ന മനോഭാവത്തിലേക്ക് വരണം. പാറശാലക്കാരെ തലേ കയറുന്നില്ലല്ലോ, ഒന്ന് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞേ. നിങ്ങളുടെ മനോഭാവമാണ് നീ ചെയ്യേണ്ടത് എന്താന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാചകന്റെ മനോഭാവമുള്ള രാജാവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊന്നും മിണ്ടാത്ത ഒരു യാചകന്റെ സ്വഭാവമുള്ള രാജാവിനെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വാസികൾ. ആരാണ് വിശ്വാസികൾ? യാചകന്റെ സ്വഭാവമുള്ള രാജാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, ഞാൻ കണ്ടിട്ടുണ്ട്
അതാണ് ക്രിസ്ത്യാനികൾ. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തിരിക്കുന്ന ആൾ അങ്ങനത്തെ ആള് തന്നെ. യാചകന്റെ സ്വഭാവം, പേര് രാജാവും. ഒന്ന് പറഞ്ഞേ, യാചകന്റെ സ്വഭാവം അല്ല, അങ്ങനെ പറയണ്ട, കുറച്ചും കൂടെ നന്നായി. യാചകന്റെ കയ്യിലിരിപ്പ് പറ. യാചകന്റെ കയ്യിലിരിപ്പും രാജാവെന്ന് വിളിപ്പേരും. രാജാവെന്ന് വിളിപ്പേരും. യാചകന്മാരുടെ രാജാവാൻ പോലും കൊള്ളത്തില്ല. നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണോ അങ്ങനെ നിനക്ക് റൂൾ ചെയ്യാനായി പറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. യെസ്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണെന്ന് തോന്നുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ഷമിക്കേ. നിങ്ങൾ ആനയും സിംഹത്തെയും നോക്കിയിട്ടുണ്ടോ? ആരാ വലിയ ആള്? ആനയാ. പക്ഷേ സിംഹത്തിന്റെ മനോഭാവവും ആനയുടെ മനോഭാവവും രണ്ടും രണ്ടാ. ആനയെ സിംഹത്തിന് കാണുമ്പോ തോന്നുന്നത് ഒരു നേരത്തെ ലഞ്ചനായി. പുള്ളിയുടെ ഒരു കാല് തിന്നാളോ വയറ് പുള്ളിക്കില്ല. പക്ഷെ പുള്ളി കാണുന്നത് എന്തുവാ? ആനയെ കാണുമ്പോ തല്ലിക്കൊന്ന് ഒരു നേരത്തിന് കഴിക്കാന്നാ ചിന്തിക്കുന്നേ. ഒരു തട്ട് കിട്ടിയ ഇവന്റെ കാര്യം കഴിഞ്ഞു. ഒരു തട്ടിനില്ല പുള്ളി. പക്ഷേ ആനയ്ക്ക് യാചകന്റെ സ്വഭാവവും സിംഹത്തിന് രാജാവിന്റെ മനോഭാവമാണ്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് സ്വയം അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നിനക്ക് ഏത് മനോഭാവമുള്ളേ? ഏത് മനോഭാവമാണുള്ളത്? യാചകന്റെ ആണോ? യാചകന്റെ ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ തെളിയിക്കാം? എന്റെ അവസ്ഥ അറിയാമോ? എന്റെ കൊച്ചിന്റെ കല്യാണം കഴിച്ചിട്ടില്ല. എടേ അടങ്ങിയിരിടെ പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യേശുവേ, എന്നാപ്പ എന്റെ ഈ കഷ്ടത മാറുന്നേ, എന്നാപ്പ എന്നെ ഒന്ന് രക്ഷിക്കുന്നേ. ഇങ്ങനെ പറയുമ്പോ ദൈവം അങ്ങ് രക്ഷിക്കുന്ന വിചാരം. അവസാനം യേശുവിന്റെ നാമത്തിൽ ആമീൻ എന്നും പറയാറിയാം. അവസാനിപ്പിക്കണം അങ്ങനെയാണെന്നറിയാം. അവസാനിപ്പിക്കുന്ന മുമ്പ് പറയും, കൃമിയും പൊഴിയുമായ പറ, പാപിയും ദോഷിയുമായ എന്റെ പ്രാർത്ഥന. പാപിയുടെ പ്രാർത്ഥന അങ്ങ് ചെല്ലത്തില്ല. ദോഷിയായിട്ട് നീ എന്തിനാ പ്രാർത്ഥിക്കുക? ആദ്യം ദോഷം മാറ്റുക, എന്നിട്ട് പ്രാർത്ഥിക്കേ. പാപിയും ദോഷിയുമായ എന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആരുമില്ല. 5-6 പേരുണ്ടോ? മനസ്സിലായില്ല. തിരിച്ചു ചോദിച്ചായിരുന്നു കൈ പൊക്കിയാനായിട്ടോ, അതുകൊണ്ട് തിരിച്ചു ചോദിച്ചത്. പാപിയും ദോഷിയുമായ അങ്ങനെ പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. 5-6 പേരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് മകനായ എന്റെ പ്രാർത്ഥന കേൾക്കണമെന്നാണോ? പിന്നെ കള്ളത്തരം പറയുമ്പോ ഒരു സ്റ്റാൻഡേർഡ് വേണം. പറ, രാജാവായ എന്റെ പ്രാർത്ഥന കേൾക്കണമെന്നാണോ? എങ്ങനാ അവസാനിപ്പിക്കുന്ന സ്ഥലം പറ എങ്ങനാന്ന്? ആകെ തപ്പി. വിഷ്ണു എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? വേണോ ബ്രദറെ അവസാനിപ്പിക്കണോ? നിങ്ങൾ പറയുന്നതല്ല സത്യം. നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കുറച്ച് വാചകങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ദോഷിയായ പാപിയായ എന്റെ പ്രാർത്ഥന കേട്ടതിന് രണ്ടുപേരുടെയും പ്രാർത്ഥന കേൾക്കത്തേ ഉള്ളൂ, ഉത്തരം കിട്ടത്തില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, പക്ഷെ തന്റെ മകനാ ഉത്തരം കൊടുക്കുന്നത്. നിങ്ങളെന്താ കൈയടിക്കാത്തെ? നിങ്ങൾക്ക് യാചകന്റെ മനോഭാവം ഉണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഓർക്കാവോ? കർത്താവേ, എന്റെ കഷ്ടപ്പാട് എന്നാ കർത്താവേ നീ ഇന്ന് മാറ്റുന്നേ? എത്ര നാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ തരണേ. ഇതാ ചോദിക്കുന്ന കേട്ടോ. വേറൊരു സ്റ്റാൻഡേർഡ് ഫോർമാലിറ്റിയിൽ പറയുന്നേ ഉള്ളൂ. അമ്മാ വല്ലതും തരണേന്ന് പറയുന്നില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. നിങ്ങളെന്നൊന്നും മിണ്ടാത്തെ? അങ്ങനെ വിളിച്ചാലാണ് ദൈവം പ്രസാദിക്കുന്നെങ്കിൽ നിങ്ങൾ വയറെല്ലാം തല്ലി പൊട്ടിച്ചേനെ, എനിക്കറിയാം. യാചകന്റെ മനോഭാവമാണോ ഉള്ളത്? രാജാവിന്റെ മനോഭാവമാണോ ഉള്ളത്?
ഇതിലിരിക്കുന്നതിൽ 90% ആളുകൾക്കും യാചകന്റെ മനോഭാവമുള്ള. എന്നാൽ കർത്താവ് എന്നോട് യാചകന്റെ മനോഭാവം ആയിരിക്കാനല്ല പറഞ്ഞേ, മകന്റെ മനോഭാവം ആയിരിക്കാനാ പറഞ്ഞു, രാജാവിന്റെ മനോഭാവം ആയിരിക്കാനാ പറഞ്ഞു. യേശു പറഞ്ഞ ഉദാഹരണം കണ്ടോ? ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അവൻ ഒരുവൻ വന്നിട്ട് ചോദിച്ചു, അപ്പ എന്റെ വസ്തുവകകൾ എനിക്ക് പകുത്ത് തരണേ. ആ പകുത്ത് തരണേ എന്ന് ചോദിച്ചതിന് കർത്താവ് ഒരു കുറ്റവും പറഞ്ഞില്ല. അവൻ അതിൽ കൊണ്ടുപോയി വ്യഭിചാരികളുടെ കൂടെ കഴിഞ്ഞതിന് നമ്മൾ തെറ്റാന്ന് കാണുന്നേ. തന്റെ അവകാശം ചോദിച്ചതിന് കുറ്റം പറഞ്ഞില്ല. മക്കളാണെങ്കിൽ അവകാശികളെന്ന ദൈവം പറഞ്ഞു. കൈയടിക്കോ, ആമേൻ പറ. ദൈവത്തോട് ചിലത് ചോദിക്കുന്നതിനോ വാങ്ങുന്നതിനോ ദൈവത്തിന് എതിർപ്പില്ല. നീ അത് ചോദിക്കുന്ന ദൈവത്തിന് ഇഷ്ടോ? വേദപുസ്തകം പറയുന്ന അവന്റെ അപ്പൻ അവൻ അത് പകുത്തു കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നേ. എന്റെ കൈ അടിച്ചു കർത്താവിനൊരു നല്ല ആമേൻ പറഞ്ഞേ. സഭയിലെ ആളുകളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നറിയോ? ആടിന്റെ മനോഭാവം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ആടിന്റെ മനോഭാവം. ഞങ്ങൾ ആരാണ്? ഇടയനും. നിങ്ങൾ ആരാണ്? ആടും. വിശകുമ്പോ ഇത് ഉണ്ടാക്കിയിരിക്കാൻ നല്ല ഇഷ്ടമാ. ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ 2 അടിയും 2 കൊമ്പും. ഈ ഷീപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാവോ? അതിന് ഒറ്റയ്ക്ക് നടക്കാൻ അറിയത്തില്ല. അടുത്തിരിക്കുന്നവരുടെ ആടിന്റെ സ്വഭാവം അറിയാവോ? ആരെങ്കിലും നടത്തിയാലേ പുള്ളി നടക്കത്തുള്ളൂ. പറ, ആടിന്റെ സ്വഭാവം എന്തുവാ? ആരെങ്കിലും വടിയായിട്ട് എന്നടാ നീ ആടുന്ന് മാറിയിട്ട് ഇടയനാവുന്നത്. വേദപുസ്തകത്തിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മൃഗമുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് കേൾക്കാൻ പറഞ്ഞു. ആ മൃഗത്തിന്റെ പ്രത്യേകത എന്നാ പറയാ? അതിനെ വിളിക്കുന്നു കുതിര എന്നാ വിളിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ കുതിര. കുതിരയുടെ പ്രത്യേകത അറിയാവോ നിങ്ങൾക്ക്? ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. നിങ്ങൾ യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 25 വാക്യങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, അത് യുദ്ധം കണ്ട അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓടത്തില്ല. യുദ്ധം വന്ന് എന്ന് പറഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ പുള്ളി. അത് ഒന്നിനെയും കൂസാക്കത്തില്ല. പ്രതിസന്ധിയെ കണ്ട അത് വാടത്തില്ല. പ്രശ്നങ്ങൾ വന്ന അത് ഓടത്തില്ല. വിശ്വാസിയെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ഒരു കുതിരയായിരിക്കണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. കാരണം കുതിരയുടെ മനോഭാവം പടയുടെ ശബ്ദം കേട്ട ഓടുന്നതല്ല, പടയുടെ ശബ്ദം കേട്ട മുന്നേറുന്നതാ. എന്റെ കൂടെ എത്തിയോ? വിശ്വാസിയുടെ മനോഭാവം കുതിരയെ പോലെ ആയിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, വിശ്വാസിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? കുതിരയെ പോലെ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ കുതിരയാണെന്നല്ല പറഞ്ഞു കേട്ടോ. പ്രശ്നങ്ങളുടെ നടുവിൽ അതിനോട് എതിർത്ത് നിൽക്കുന്ന മനോഭാവം ഉണ്ടാവണമെന്ന്. യുദ്ധത്തെ ഭയപ്പെടുന്നതായിരിക്കരുതെന്ന്. അത് രാജകീയ മനോഭാവമാണ്. പ്രതിസന്ധിയെ പേടിക്കുന്നതാകരുതെന്ന്. അതിനോട് ആരടാ എന്ന് നിൽക്കുന്നതായിരിക്കണമെന്ന്. അതാണ് ജയിക്കാനുള്ള മാർഗം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. രാജകീയ പുരോഹിത വർഗമായിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. രാജാവ് വാഴുന്ന വ്യക്തിയാണ്. വാഴുക എന്ന് പറയുന്നത് ഒരു മനോഭാവമാകുന്നു. വാഴണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വാഴേണ്ടതിനുള്ള മനോഭാവം ഉണ്ടാക്കണം. നമ്മൾ പറയാറുണ്ട്, ഈ ലോകത്തെ വാഴുവാനാണ് കർത്താവിനെ തിരഞ്ഞെടുത്തതെന്ന് വിളിച്ചതെന്ന്. പക്ഷേ ആ വാഴുന്ന മനോഭാവം ഞങ്ങളിൽ പലപ്പോഴുമില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ആദ്യം നിൻ്റെ മനോഭാവം മാറട്ടെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ. നമ്മുടെ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. കർത്താവ് നിങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ പണിയട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററെ, അത്ഭുതകരമായി വിടുവിച്ച 2 സാക്ഷ്യങ്ങളാണ് ആൻറ്റിക്ക് പറയാനുള്ളത്. ആൻറ്റിയുടെ പേര് ബേബി എന്നാണ്. ആൻറ്റി വരുന്നത് ആരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ആൻറ്റി പറയുന്നത് കഴിഞ്ഞ 6-8 വർഷമായിട്ട് ആൻറ്റിക്ക് ഹാർട്ടിൻ്റെയും ലിവറിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. വളരെ ഭാരത്തോടു കൂടിയായിരുന്നു ആൻറ്റി ആയിരുന്നത്. 8 വർഷമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു.
ശരിയാണ് പറയണേ. വളരെ കുനിഞ്ഞൊരു ജോലി ചെയ്യാൻ പോലും കഴിയില്ല, ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല തന്നെ കൊണ്ടെന്നാണ് ആൻറ്റി പറയുന്നത്. എന്നാൽ ആൻറ്റി വിശ്വാസത്തോടു കൂടി പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ആ സെക്കൻഡിൽ തന്നെ സൗഖ്യമായെന്നാണ് ആൻറ്റി പറയുന്നത്. സിസ്റ്റർ എന്തായിരുന്നു, അമ്മയ്ക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടെന്നൊന്ന് പറയാം? ഹാർട്ടിനും ലിവറിനും പ്രശ്നമായിരുന്നു. ഹാർട്ടിനും ലിവറിനും പ്രശ്നമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റൂല. മെഡിക്കൽ കോളേജിൽ പോയപ്പം പറഞ്ഞത് ഇനി ഒന്നും പറ്റൂല, എന്നെ ആശുപത്രിയിൽ നിന്ന് വിട്ട്, ഇനി ഒരു ചികിത്സയും മെഡിക്കൽ കോളേജിലില്ല എന്ന് പറഞ്ഞ് വിട്ട്. ഞാൻ ആശുപത്രി കിടക്ക തന്നെ അവിടെ ജോൺ ബദറിൻ്റെ പ്രാർത്ഥനയിൽ വിളിച്ച് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോഴെന്നെ എനിക്ക് ദൈവത്തിൻ്റെ സഹായത്താൽ ബദറാണ് എടുത്തത്. അപ്പോൾ ബദർ പറഞ്ഞ് അമ്മയ്ക്ക് ഒരു അസുഖമില്ല, ഒന്നുമില്ലാതെ വീട്ടിൽ സൗഖ്യത്തോടെ വരുന്നു. അതുപോലെ ഒന്നുമില്ലാതെ സൗഖ്യത്തോടെ വന്ന്, പക്ഷെ ഒരു ജോലി ചെയ്യാൻ, ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് തൂക്കി അടുപ്പിൽ വെക്കാനോ അതിൽ നിന്ന് എടുക്കാനോ പോലും പറ്റൂല. അത്രയ്ക്ക് എനിക്ക് പ്രയാസമായിരുന്നു. കുനിയാനോ നൂരാനോ ഒന്നിനും പറ്റില്ല, നടക്കാൻ പോലും പറ്റില്ല. ഉടനെ തന്നെ ശ്വാസം മുട്ടലും ക്ഷമയും. ഈ ശ്വാസം മുട്ടൽ വന്ന ഉടനെ ക്ഷമയാണ് പിന്നെ ഇളവണ. എൻ്റെ ഇപ്പം ഇതെല്ലാം മാറിപ്പോയി. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ മാറി. ഞാൻ ഇന്നലെയും തൊഴിലുറപ്പിനും പോവാം. ഹല്ലേലൂയ, ആമേൻ. അമ്മ പറയുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്നലെയും തൊഴിലുറപ്പിന് പോയിട്ടാണ് അമ്മ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. കൈകളെ അടിച്ചെന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ 3 മാസത്തിന് മുന്നേ ആൻറ്റി തൊഴിലുറപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റിക്ക് അപകടം പറ്റി. തൻ്റെ കാലിനാണ് അപകടം പറ്റിയത്. അതും വിശ്വാസത്തോടു കൂടി പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ പൂർണ്ണ സൗഖ്യത്തോടു കൂടി ആരോഗ്യവതിയായി ആയിരിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവ് ഒന്ന് തൊട്ടപ്പോൾ അമ്മയ്ക്ക് ധൈര്യം ഉണ്ടായി, ഇനി ഒരു രോഗത്തിനും തൊടാൻ കഴിയത്തില്ലെന്ന്. ആമേൻ. കർത്താവിനെ സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. രഞ്ജു എന്നാണ്, നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറയുന്നത്. അനിയത്തിക്കുണ്ടായ ഒരു അത്ഭുത സാക്ഷ്യം പറയാനാണ് സിസ്റ്റർ ആയിരിക്കുന്നത്. അനിയത്തിക്ക് 4.5 വയസ്സിലൊരു ബ്ലഡ് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് 23 വയസ്സായിട്ടും വിവാഹം നടക്കത്തില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ നമ്മുടെ കാട്ടാക്കട പബ്ലിക് മീറ്റിങ്ങിന് കടന്നു വന്നു. ബ്രദറിനെ കണ്ട് ഈ വിഷയം പ്രാർത്ഥിച്ചു. സിസ്റ്ററിന് മാരേജായി. ഡിസംബർ 19 മാരേജ് എന്നാണ് സിസ്റ്റർ സാക്ഷ്യം. ആമേൻ. എല്ലാവരും കൈകളെ അടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിവാഹം നടക്കത്തില്ലായിരുന്നു. ആമേൻ. ഈ പ്രയാസമുള്ളത് കൊണ്ട് എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ കുടുംബം പറയുന്നത് വിവാഹം ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. കർത്താവ് കൊടുത്ത അനുഗ്രഹത്തിനായി സ്തോത്രം. ന്യൂ ഇയർ സർവീസ് 2025 ഈ പുതുവർഷം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഡിസംബർ 31 വൈകുന്നേരം 7:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, തിരുവനന്തപുരം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ ജോൺ താരു ഈ മീറ്റിംഗുകളിൽ ശുശ്രൂഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 661 6666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാം. ഇന്നെന്നെ കാണുന്ന കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ആ വീടുകളിൽ ചലിക്കട്ടെ. ഞാനിത് പറയുമ്പോൾ ഈ പ്രോഗ്രാം കാണുന്നത് കട്ടളപ്പടിമേൽ ഇരുന്നിട്ട് അവിടെ തറയിലിരുന്ന് കാണുന്നൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി പലതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. തൻ്റെ ഉള്ളിലൂടെ പോകുന്ന പല സാമ്പത്തിക ഭാരങ്ങളുണ്ട്. കർത്താവ് ആ മേഖലയിൽ ഒരു വിടുതലിനെ കൊടുക്കുകയാണ്. അയാൾ നേരിടുന്ന ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും കർത്താവ് ആ വ്യക്തിയെ വിടുവിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ഒരു ഡിസൈനറെ കാണാം, അതായത് ക്ലോത്തിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി തൻ്റെ ഫാമിലിയിലായിരിക്കുന്ന ചില മുറിവുകൾ നിമിത്തം താൻ ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഡൗൺ ആയിപ്പോയി.
തൻ്റെ ബിസിനസ്, താൻ ചെയ്യുന്ന തൻ്റെ ആശയങ്ങൾ ഇതിലെല്ലാം ഡൗൺ ആയിപ്പോയി. എന്നാൽ കർത്താവ് ആ വ്യക്തിയെ റീസ്റ്റോർ ചെയ്യുകയാണ്. ഇടിഞ്ഞു പോയെടുത്തു നിന്നും ആ വ്യക്തിയെ കർത്താവ് പണിയുകയാണ്. തകർന്നു പോയെടുത്തു നിന്നും കർത്താവ് ആ വ്യക്തിയെ പണിയുകയാണ്. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ ആ കുടുംബത്തെ കരുതുന്നതോർത്ത് നന്ദി പറയുന്നു. യേശുവെ, ആ വ്യക്തിയുടെ മേൽ നിൻ്റെ കൃപയെ പകരുന്നതോർത്ത് നന്ദി പറയുന്നു. അപ്പോൾ കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി സ്തോത്രം. ആശയങ്ങളെ കൊടുക്കുന്ന, സാഹചര്യത്തിൽ ബലത്തോടെ നിൽക്കുമാറാക്കുന്ന അപ്പാ അവിടുത്തെ കൃപയ്ക്ക് നന്ദി അപ്പാ. നന്ദി പിതാവേ. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അത്ഭുത കരം ചലിക്കട്ടെ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ഷോൾഡർ ഭയങ്കര പ്രയാസമാണ്. ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ കുഴിഞ്ഞതുപോലെ തോന്നും. എന്തുവാ പ്രയാസമെന്ന് അറിയില്ല, അതുപോലെ വേദനയാണ്. കൈകളുടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എപ്പോഴും അവിടെ പ്രയാസമാണ്. ഹല്ലേലൂയ. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളെല്ലാം അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുമേ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. കൃപ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവിധമായ ഉയർച്ചയും നന്മയും കർത്താവ് നിങ്ങളുടെ ലൈഫിൽ നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.